മോന്റെ അച്ഛൻ. രാഷ്ട്രീയത്തിൽ മോന്മാരുടെ പല അച്ഛന്മാരെയും നാം കണ്ടിട്ടുണ്ട്. നമസ്തേ എന്ന് പറഞ്ഞ് മകനെ കൈപിടിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയും ഒടുക്കം മോൻ തന്നെ തന്തയ്ക്കിട്ട് പണി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സൃഷ്ടികർത്താവാണെന്ന കാര്യം പോലും മറന്ന് പ്രാകുന്ന നിരവധി അപ്പന്മാരെ നാം രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. തൻ്റെ മന്ദപ്പൻ തോൽക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അരക്കപ്പറമ്പിൽ അന്തപ്പൻ. ലവൻ എൻ്റെ മോൻ തന്നെയോ എന്ന് ജനങ്ങളോട് സംശയം പ്രകടിപ്പിച്ച ആർ ബാലകൃഷ്ണപിള്ള. ലവൻ എന്നെക്കായാലും 7 ദിവസത്തിന് മുമ്പുണ്ടായവൻ എന്ന് പറഞ്ഞ KM മാണി. ലവനെ ഏതു നേരത്താണ് ഞാൻ കതറിയിപ്പിച്ചത് എന്ന് വലിപ്പിച്ച K കരുണാകരൻ. ഇപ്പോൾ ഇതാ തൻ്റെ മകൻ്റെ മൺകുടം നാട്ടുകാർ കുത്തിപ്പൊട്ടിക്കും എന്നത് ഉറപ്പാണെന്ന് അഭിമാനപൂർവ്വം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയുന്ന തുഷാറിൻ്റെ അപ്പൻ, പള്ളിയില്ലെങ്കിലും പേരിൽ പള്ളിയും വയറിൽ പുള്ളിയുമുള്ള വെള്ളാപ്പള്ളി. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. ആഗ്രഹമാകല്ല, എല്ലാവരും കണക്ക് കൂട്ടിയിൽ 2020 മേടിക്കുന്നവരെന്ന് പറഞ്ഞിട്ടില്ലേ പലരും. അങ്ങനെ രാഷ്ട്രീയക്കാർ വെട്ടിപ്പൊട്ടിക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വെട്ടിപ്പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങളെല്ലാം നിരാശയായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ന്യായങ്ങൾ, അല്ലെങ്കിൽ കിട്ടാതിരുന്ന ന്യായങ്ങളെല്ലാം ഓരോരുത്തരും വിശദീകരിച്ചു വരും. തിരുവനന്തപുരം ആറ്റിങ്ങലും എങ്ങനെയുണ്ട്? തിരുവനന്തപുരം ആറ്റിങ്ങലുമാണ് എനിക്കറിയാം. ഏതായാലും തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയും നല്ല ടൈറ്റ് നിൽക്കുന്ന മുമ്പിലെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ ചിലർ പറഞ്ഞ് അദ്ദേഹം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ കോസ്റ്റലേറിയാലും ചില വോട്ടുകൾ കിട്ടിയോന്ന് സംശയമുണ്ട്. ആ വോട്ട് ഇവിടെ കിട്ടുമെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ BJPയുടെ ചന്ദ്രശേഖർ ജയിക്കുമെന്നുള്ള ഉറപ്പായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് താഴെയായിപ്പോകുന്നു. ആര് ജയിച്ചാലും ചെറിയൊരു മാർജിനിൽ ജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്കറിയില്ല. കോട്ടയത്താണ്. അത് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം 2 കേരള കോൺഗ്രസ്സാണ്. ഈ മറ്റൊന്ന് നിൽക്കുന്നത് ഒന്നാമത് വാസവനെ തോൽപ്പിക്കാൻ നടന്ന ആളാണ് ഇപ്പോൾ അപ്പുറം നിൽക്കുന്നത്, മാണി കോൺഗ്രസ്. ആ മാണി കോൺഗ്രസ് നിൽക്കുന്ന ആളാണ് കഴിഞ്ഞ പ്രാവശ്യം വാസവനെ പാർലമെൻറ്റിൽ തോൽപ്പിക്കാൻ നിന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത, ഈ താമരക്ക് കുത്താൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, അരുവാൾ ചുറ്റിയിലേക്ക് കുത്തുകൊള്ളുന്ന താല്പര്യമുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 വിഭാഗങ്ങൾ, അരുവാൾ ചുറ്റിയ, നക്ഷത്രം, അതുപോലെ കൈപ്പത്തി, ഇതിന് 3ലും കുത്തുമെന്നുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. അത് 3ലും കുത്താനുള്ള താല്പര്യത്തിനുള്ള സ്ഥാനാർത്ഥികൾ ആരുമില്ല, ഈ ചിഹ്നവും ഇല്ല. അതുകൊണ്ട് ഈ 3 താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കാത്ത നിരാശരായ കുറേ ആളുകളുണ്ട്. അവരെല്ലാം ചിലപ്പോൾ കുടത്തിന് കുത്തിയെന്ന് വരാം. കുടം ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കുക. ഉള്ളത് പറഞ്ഞാൽ ജയിക്കത്തില്ല. ആരാണ് ജയിക്കലെന്ന് പറഞ്ഞത്? ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. അത് ഇപ്പോൾ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ കാര്യമേ പറഞ്ഞുള്ളൂ. അത് 2 മുരളിയും CPIയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. നല്ല കടുത്ത മത്സരമാണ് അവർ തമ്മിൽ, ശക്തമായ മത്സരമാണ്. അതാര് ജയിക്കും നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ സുരേഷ് ഗോപി ജയിക്കും. ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറയാം, നേരത്താണ് ഞാൻ പറയത്തില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു സിനിമാക്കാരനാണ്. രാഷ്ട്രീയ അടവുനയവും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത്. ഒന്നും പറയാനൊക്കത്തില്ല. ഒക്കെ അല്ല, ഇവിടുത്തെ ഇലക്ഷൻ്റെ ട്രെൻഡ് കണ്ടിട്ട് ആർക്ക് എന്ത് കിട്ടുമെന്നൊന്നും പറയാതെ നോക്കാൻ രീതിയിൽ വളരെ ടൈറ്റാണിപ്പാ, നല്ല ടൈറ്റാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒരു വികാരം. ഒരു കാര്യം സത്യമാണ്, BJPക്ക് അല്ലെങ്കിൽ DAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ട് ഇവിടെ കിട്ടും. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഇവിടുത്തെ 3 മുന്നണികളും എന്താ പറയുന്നത്, അവർക്ക് ന്യൂനപക്ഷങ്ങളെ മതി.
ഈ ന്യൂനപക്ഷങ്ങളുടെ പേരും മതേതരത്വവും ജനാധിപത്യവും എന്ന് വാതോരാതെ ഈ മൂന്ന് കൂട്ടരും പറയും. അവർക്ക് ന്യൂനപക്ഷ പ്രീണനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വോട്ട് ബാങ്കായി നിൽക്കുന്നതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുവാൻ ഈ മൂന്ന് മുന്നണികളും പരസ്പരം മത്സരിക്കുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റേതായ ഒരു വികാരം വിദ്വേഷമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കിട്ടാൻ യാതൊരു ന്യായമില്ല. ഇവിടെ പാർട്ടിയുണ്ട്, SNDP. മത്സരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മത്സരിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ മത്സരിക്കണമെന്ന് അവർ നിർബന്ധിച്ചാൽ ഒന്ന് വയറ് പൊക്കി കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നല്ലൊരു ഓപ്പറേഷൻ ചെയ്ത് പാട് വയറിട്ടുണ്ടോ അത് കാണിച്ചാൽ നീ രക്ഷപ്പെടാൻ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആ രക്ഷപ്പെടാൻ സാധിക്കാതെ വന്ന ഒന്നാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, തുഷാർ, ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും രാജീവ് ചന്ദ്രശേഖരൻ ഒരിക്കലും ഇവിടെ വരാൻ ആഗ്രഹിച്ചല്ല, അദ്ദേഹം ബാംഗ്ലൂർ നിൽക്കണമായിരുന്നു. അത് തീരുമാനിച്ചു, അത് കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിച്ചാൽ അതിനെ മറിച്ച് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മത്സരിച്ചേ നിന്നേ പറ്റൂ, അല്ലാതെ മാർഗമില്ല എന്ന് ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്നോട് ഒന്നിച്ചു നിന്ന് പറഞ്ഞു. അതൊരു പാർട്ടി ഡിസിപ്ലിൻ അനുസരിച്ച് അവർ ചെയ്തായിരിക്കാം. എന്തുമാകട്ടെ, അവർ ജയിക്കുക ഓക്കെ, എന്തെല്ലാം എന്ത് ചെയ്യട്ടെ, ജനവിധിക്ക് വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. എന്നാൽ ഒന്നേ ഉള്ളൂ, ഈ ന്യൂനപക്ഷ പ്രീണനം, ഭൂരിപക്ഷത്തിൻ്റെയോട് കാണിക്കുന്ന അവഗണനയും ഇത്തവണത്തെ വോട്ടിൽ പ്രതിഫലിച്ച് കാണും. ഇതുപോലൊരു തന്തയെയും മകനെയും ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുമോ? കുലുക്ക് കുത്തുകാരൻ്റെ കാര്യം പറഞ്ഞതുപോലെ എങ്ങനെ കുലുക്കിയിട്ടാലും സമ്മാനം കമ്പനിക്ക്. പക്ഷേ വെള്ളാപ്പള്ളി സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞത് തികച്ചും സത്യമാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എത്രയോ സ്ഥാനാർത്ഥിമാരുണ്ട്. തുടക്കം മുതലേ പൊട്ടും എന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ഇലക്ഷൻ കഴിയുമ്പോഴെങ്കിലും ഒരു ഒതുക്കം സാധാരണഗതിയിൽ വരേണ്ടുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഭരചന്ദ്രൻ IPS ആണ് താനെന്നും ബാക്കിയെല്ലാം വെറും ഏഴാംകുലികളാണ് എന്ന ഭാവത്തിൽ ഇരുന്ന് പത്രസമ്മേളനം നടത്തുന്ന സുരേഷ് ഗോപിയെ കാണുക. ഈ ശവക്കല്ലറയിൽ നിന്നൊന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അതാണല്ലോ അവരുടെ പാരമ്പര്യം. വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും. ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ജനാധിപത്യം പറയുന്നത്. ലിസ്റ്റ് അംഗീകരിച്ചതാണ്, വോട്ട് ചെയ്തേ പറ്റൂ, അവർ വോട്ട് ചെയ്യണം. അതിലാരൊക്കെ വോട്ട് ചെയ്തു? അവർ 2 വോട്ട് ചെയ്തോ? തൂക്കിക്കൊല്ലാം അവർ, ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. മേക്ക് ഇറ്റ് എ ക്രൈം. അവർ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അന്വേഷിച്ചോളൂ, അയൽവക്കത്തൊക്കെ അന്വേഷിച്ചോളൂ. എൻ്റെ ഡ്രൈവറും എൻ്റെ അസിസ്റ്റൻറ്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത്. മുകളിലാണ് അവരുടെ മുറി. അത് എൻ്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ. ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല. എന്നെപ്പോലെ തന്നെ AC ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല, അതെൻ്റെ ജോലിയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ന്യായമായി. അല്ല, അതൊന്നും എൻ്റെ ജോലിയല്ല, അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ്. 2 സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു. വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, അവരിത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം. കഴിഞ്ഞ 5 ഇലക്ഷനെങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവർ ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ, പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു. അത് കണിശമായിട്ടും പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പോൾ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ലേ? അത് ചെയ്തിട്ടുണ്ട്. പിന്നൊന്ന്, പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും 18 വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൊണ്ടുവരണം. ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ്. അത് 2 വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ്. അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്, പരമാവധി ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അവർ മോശക്കാരൊന്നുമല്ല.
അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവം അനുഗ്രഹിച്ചാൽ ഇത് അവസാന തള്ളലാകാനാണ് സാധ്യത. താൻ നടുവൊക്കെ ചവിട്ടിത്തിരുമ്മി അമേരിക്കയിലേക്ക് ഷൂട്ടിങ്ങിന് പോവുകയാണെന്നും ജൂൺ 4 നാട്ടിൽ കാണാൻ സാധ്യതയില്ലെന്നും 2 കൊല്ലത്തേക്ക് മോദിജിയോട് ഒരു ലീവ് ചോദിച്ചിട്ടുണ്ടെന്നും മുൻകൂർ ജാമ്യമെടുത്ത് ഗോപി വണ്ടി വിടുകയാണെന്നാണ് വിവരം. തോറ്റാൽ ഇനി തൃശ്ശൂർ ഒന്നുകൂടെ പൊക്കണമെന്ന് പറഞ്ഞ് വരുവോ ആവോ എന്ന ഭയപ്പാടിലാണ് തൃശ്ശൂർകാർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.